പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ പേപ്പർ എന്ന് പറയുന്ന പാഠത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ കുറച്ചധികം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. വ്യത്യസ്തങ്ങളായ പേപ്പറുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് പേപ്പറുകൾ ഉപയോഗിക്കാൻ സാധിക്കും, ഏതൊക്കെ രീതിയിൽ നമുക്കതിൻ്റെ തൂക്കം കണക്കാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു പ്രത്യേക ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിക്ക് എത്ര പേപ്പറുകൾ ആവശ്യമായി വരും, അത് എങ്ങനെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ നിങ്ങളെല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമ്മളുടെ സുരക്ഷ കൃത്യമായി ചെയ്തുകൊണ്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ പരമാവധി അടങ്ങിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകർ ഓൺലൈനായി തരുന്ന ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ആ പാഠത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഒരു പുതിയ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, പേപ്പർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി, ഒരു പ്രത്യേക വർക്കിന് വേണ്ടി എത്ര പേപ്പർ ആവശ്യമായി വരും എന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ അത് നമുക്ക് കണക്കാക്കി എടുക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ക്യാൻസലേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഷീറ്റ്, ആ വലിയ ഷീറ്റിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ ആവശ്യം, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ബുക്കിന്റെ സൈസ് അല്ലെങ്കിൽ നമ്മുടെ നോട്ടീസിന്റെ സൈസിലുള്ള എത്ര പേജുകൾ കിട്ടും എന്നത് കണക്കുകൂട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാൻസലേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന പേപ്പറിന്റെ സൈസാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത്. 11x17 സൈസ്, 11 ഇഞ്ച് വീതിയും 17 ഇഞ്ച് നീളവുമുള്ള പേപ്പർ. ഈ പേപ്പറിൽ നിന്നും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കേണ്ട പേപ്പറുകളുടെ സൈസ് അത് എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബുക്കായിട്ട് നമ്മൾ മടക്കിയെടുക്കുന്ന ബുക്കാണെങ്കിൽ ബുക്കിന്റെ സൈസ്, അതല്ല എങ്കിൽ നമ്മുടെ നോട്ടീസ് ആണെങ്കിൽ നമ്മുടെ നോട്ടീസിന്റെ സൈസ്, ആ വലിയ പേജിൽ നിന്നും എത്ര എണ്ണം കിട്ടും എന്നത് കണക്കൂട്ടിയെടുക്കുന്നതിന്റെ മെത്തേഡാണ് ഈ ക്യാൻസലേഷൻ മെത്തേഡിൽ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ മിഷനിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈവശമുള്ള പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 11 ഇഞ്ച് × 17 ഇഞ്ച് സൈസുള്ള ഒരു പേപ്പറാണ് നമ്മുടെ കൈവശമുള്ളത്. നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കേണ്ട പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 5x8. അപ്പൊ 11x17 നിന്നും 5x8 സൈസിലുള്ള എത്ര പേജുകൾ നമുക്ക് കിട്ടുമെന്ന് കണക്കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ക്യാൻസലേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതിനൊരു ചെറിയ ഒരു സൂത്രവാക്യത്തിലൂടെ നമുക്കത് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന പേപ്പറിനെ 11x17 5x8 എന്ന ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് ഹരിച്ചു നോക്കാം. നമുക്ക് ആദ്യം 11നെ 5 കൊണ്ട് ഹരിച്ചു നോക്കാം. സിസ്റ്റം നമുക്ക് ഒഴിവാക്കി കളയാം, കാരണം അത് വേസ്റ്റേജ് ആയിട്ടൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ സിസ്റ്റം നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ 11 5 എത്ര തവണ അടങ്ങും? 2 തവണ അടങ്ങും. നമുക്കറിയാം 11ല് 5 2 തവണ ഉണ്ടാവും, 10 ആകുന്നുള്ളൂ. ഒന്ന് സിസ്റ്റം വരുന്നുണ്ട്, അത് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈസായ 17, അതായത് അതിന്റെ വീതി നീളം സൈസായ 17ല് 8 എത്ര പ്രാവശ്യം അടങ്ങുന്നു നമുക്ക് നോക്കാം. 8 8 16, 2 പ്രാവശ്യം 16 ആകുന്നു. 2 സിസ്റ്റം 1, അത് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ 2 2 = 4 എന്ന് നമുക്ക് കിട്ടി. 4 പേജുകൾ അല്ലെങ്കിൽ 4 ഷീറ്റുകൾ നമുക്ക് തന്നിരുന്ന 11x17 എന്ന് പറയുന്ന പേപ്പറിൽ നിന്നും ഈ രൂപത്തിൽ വെച്ചാൽ നമുക്ക് 4
5x8 ഷീറ്റുകൾ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതായി പേപ്പർ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. പേപ്പർ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജോലിക്ക് എത്ര പേപ്പർ ആവശ്യമായി വരും എന്നത് കണക്കുകൂട്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേപ്പറാണ് ഒരു പ്രത്യേക വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായി വരുന്നത് എന്ന് കണക്കുകൂട്ടി എടുക്കുന്നതിനെയാണ് പേപ്പർ കാൽക്കുലേഷൻ എന്ന് നമ്മൾ പറയുക. നമ്മൾ നേരത്തെ ഒരു ബോർഡിൽ നിന്നും എത്ര ഷീറ്റുകൾ, അല്ലെങ്കിൽ ഒരു വലിയ പേപ്പറിൽ നിന്നും എത്ര ഷീറ്റുകൾ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം എന്നത് ക്യാൻസലേഷൻ മെത്തേഡ് മുഖാന്തരം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ തന്നിരിക്കുന്ന ജോലിക്ക് എത്ര പേപ്പർ ആവശ്യമായി വരും എന്നത് കണക്ക് കൂട്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ പേപ്പർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ കാൽക്കുലേഷൻ എന്താണെന്ന് ഒന്ന് നോക്കാം. പേപ്പർ കാൽക്കുലേഷൻ അത് കണക്കുകൂട്ടിയെടുക്കുന്നത് ഒരു പ്രത്യേക ഇക്വേഷൻ വഴിയാണ്. ഒരു പ്രത്യേക ഇക്വേഷൻ നമ്മൾ പേപ്പർ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി, ഒരു കോപ്പിയിൽ എത്ര പേജ് ഉണ്ട്, ഇൻറ്റു നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രിന്റഡ്, എത്ര കോപ്പിയാണ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ സെക്ഷൻ ഇൻറ്റു 500. അതായത് ഒരു കോപ്പിയിൽ എത്ര പേജ് ഉണ്ട്, ആ നമ്പറിനെ എത്ര കോപ്പിയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നതുമായി ഗുണിച്ച് സെക്ഷനെയും 500നെയും ഗുണിച്ചതുകൊണ്ട് ആദ്യം കിട്ടിയ സംഖ്യ ഹരിച്ചെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ജോലിക്ക് എത്ര പേപ്പർ ആവശ്യമായി വരും എന്നത് നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ എന്താണെന്ന്. സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പേപ്പറിൽ നിന്നും എത്ര പേജുകൾ പ്രിന്റ് ചെയ്യുന്നതിന് നമുക്ക് ലഭ്യമാകും എന്നതിനെയാണ് നമ്മൾ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്താണ് സെക്ഷൻ എന്നുള്ളത് കാണാം. സെക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേജസ് ഒബ്റ്റൈൻഡ് ഫ്രം വൺ ഷീറ്റ് ഓഫ് റിക്വയർഡ് സൈസ് ഓഫ് പേപ്പർ, നമുക്ക് തന്നിരിക്കുന്ന വലിയ പേപ്പർ സൈസിൽ നിന്നും എത്ര പേജ് പ്രിന്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രിന്റ് ചെയ്തെടുക്കേണ്ട വസ്തു എന്താണോ അതിന്റെ എത്ര പേജ് നമുക്ക് കിട്ടും എന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി ഇൻറ്റു നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രിന്റഡ് ഡിവൈഡഡ് ബൈ സെക്ഷൻ ഇൻറ്റു 500 എന്ന ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഒരു പ്രത്യേക ജോലിക്ക് ആവശ്യമായ പേപ്പറുകൾ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ബുദ്ധിമുട്ടല്ല, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷനാണ്. സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വലിയ ഷീറ്റിൽ നിന്നും പ്രിന്റ് ചെയ്തെടുക്കേണ്ട എത്ര പേജുകൾ നമുക്ക് കിട്ടും എന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ജോബിന്, ഒരു പ്രത്യേക ജോലിക്ക് ആവശ്യമായ അല്ല പ്രിന്റ് ചെയ്തെടുക്കേണ്ട ഒരു വർക്കിന് ആവശ്യമായ പേപ്പറുകൾ എത്രയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലേക്ക് പോവാം. ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പേപ്പർ റിക്വയർഡ് ഇൻ 61 centimeter into 88 centimeter size for printing 20,000 booklets in 210 millimeter into 297 size. ചെറിയ തെറ്റുണ്ട്, അത് കറക്റ്റ് ചെയ്യാം. ഇൻ സൈസാണ്.
ഓക്കെ, അപ്പം ഒന്നാണ് നോക്കുക. To find out total quantity of paper required in 61 centimeter into 88 centimeter size for printing 20,000 booklets in 210 millimeter into 297 millimeter size, and each booklet contain 24 pages. അപ്പോൾ നമുക്ക് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 210 മില്ലിമീറ്റർ ഇൻറ്റു 297 മില്ലിമീറ്റർ. അതേത് പേപ്പറിന്റെ സൈസാണ്? 210 ഇൻറ്റു 297. എന്താണ്? A4 സൈസ് അല്ലേ? നമ്മുടെ A4 സൈസിലുള്ള പേജുകളാണ് നമുക്ക് ആവശ്യം. നമുക്ക് തന്നിരിക്കുന്ന പേപ്പറിന്റെ സൈസോ 61 സെന്റിമീറ്റർ. അത് മില്ലിമീറ്ററിലേക്ക് മാറ്റിയാൽ 610 മില്ലിമീറ്റർ ഇൻറ്റു 880 മില്ലിമീറ്റർ. നമ്മളത് ഈ തന്നിരിക്കുന്ന കണക്ക് ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി ഇൻറ്റു നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രിന്റഡ് ഡിവൈഡഡ് ബൈ സെക്ഷൻ ഇൻറ്റു 500. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്? സെക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചു അല്ലെ? നീളം ഇൻറ്റു വീതി തന്നിരിക്കുന്ന പേപ്പറിൻ്റെത് ബൈ കിട്ടേണ്ട പേജുകളുടെ നീളം ഇൻറ്റു വീതി. അപ്പൊ നമുക്ക് എന്താണ്? 61 സെന്റിമീറ്റർ ഇൻറ്റു 88 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 210 സെന്റിമീറ്റർ മില്ലിമീറ്റർ. അത് നമുക്ക് എന്താക്കാം? 21 സെന്റിമീറ്റർ അല്ലെ? 21 സെന്റിമീറ്റർ ഇൻറ്റു 297. അപ്പൊ നമുക്ക് എന്താക്കാം? 30 ആക്കി മാറ്റാം. 30 സെന്റിമീറ്റർ. നമ്മൾ 30 ആക്കിയിരിക്കുന്നത് നമ്മുടെ കണക്കൂട്ടി എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 21 61 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 42. പിന്നീട് വന്നു കഴിയുമ്പോഴേക്കും 63 ആവും. നമുക്ക് 61 ഉള്ളൂ. അപ്പോൾ ബാക്കി ശിഷ്ടമാണ്, അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. 2 പ്രാവശ്യം. 88 30 2 പ്രാവശ്യം പോവും. 60 വീണ്ടും 28. അത് നമുക്ക് അതിൽ കൊള്ളാത്തത് കൊണ്ട് നമ്മളത് ഉപേക്ഷിക്കുന്നു. 2 × 2 = 4 ഷീറ്റായി. 4 ഷീറ്റ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 4 ഷീറ്റ് 8 പേജാണ്. 8 പേജാണ്. നമുക്ക് രണ്ടാമത്തെ രീതി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. 61 ഡിവൈഡഡ് ബൈ 30. അതുപോലെ തന്നെ 88 ബൈ 21. അപ്പം 61 30 2 പ്രാവശ്യം പോകും അല്ലെ? 30 60 1 ശിഷ്ടം നമ്മൾ ഒഴിവാക്കി. പിന്നീട് ഇവിടെ 88 21 88 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. അപ്പോൾ 84 4 ശിഷ്ടം വരും, അത് നമ്മൾ ഒഴിവാക്കി. 4 × 2 = 8 ആണ്. 8 എന്ന് വെച്ചാൽ 8 ഷീറ്റ്. 8 ഷീറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? 16 പേജുകളാണ്. അപ്പൊ നമ്മൾ ഏത് രീതി ഉപയോഗിക്കും? 8 പേജ് കിട്ടുന്ന രീതിയാണോ ഉപയോഗിക്കുക? 16 പേജ് കിട്ടുന്ന രീതിയാണോ ഉപയോഗിക്കുക? നമുക്ക് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ പ്രിന്റ് ചെയ്യണമെങ്കിൽ 16 പേജ് കിട്ടുന്ന രീതി ഉപയോഗിച്ചാൽ ഏറ്റവും കുറഞ്ഞ പേപ്പർ സൈസിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പേപ്പർ നമ്പറിൽ ഏറ്റവും കുറഞ്ഞ വേസ്റ്റേജിൽ നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതി നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി എത്ര നമ്മൾ നേരത്തെ കണ്ടു? എത്രയായിരുന്നു? 24 പേജ് അല്ലെ? എത്രയാണ്? 24 പേജസ്. അപ്പൊ നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി 24. എത്ര പേജാണ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കേണ്ടത്? ഇവിടെ കാണാം നിങ്ങൾക്ക് 20,000 കോപ്പി അല്ലേ? 20,000 കോപ്പിയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. എന്തായി? 24 × 20,000 ഡിവൈഡഡ് ബൈ സെക്ഷൻ. നമുക്ക് സെക്ഷൻ കിട്ടി. ഏറ്റവും കൂടിയ അളവ് 16 ആണ്. അപ്പൊ നമ്മൾ 16 സെക്ഷൻ കൊടുക്കുന്നു. 16 × 500 അല്ലെ? ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സെക്ഷൻ × 500. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സെക്ഷൻ × 500 ഇത് കണ്ടിട്ടുണ്ടാവും. നമ്പർ ഓഫ് പേജസ് ഇൻ എ കോപ്പി ഇൻറ്റു നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രിന്റഡ് ഡിവൈഡഡ് ബൈ സെക്ഷൻ × 500. അപ്പോൾ അവിടെ 500 വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ കൊടുത്തു. 24 × 20,000 ഡിവൈഡഡ് ബൈ 16 × 500. 2,48,000 ഡിവൈഡഡ് ബൈ 8,000 = 60. 60 റീം പേപ്പർ. 60 റീം പേപ്പർ ആണ് ഈ വർക്കിന് നമുക്ക് ആവശ്യമായി വരിക. അപ്പൊ അത് ഷീറ്റാക്കി മാറ്റണമെങ്കിൽ 60 × 500. 60 റീമിനെ × 500 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
അത്രയും ഷീറ്റ് പേപ്പറാണ് നമുക്ക് ഈ പ്രത്യേക ജോലി ചെയ്യുന്നതിന് ആവശ്യമായി വരിക. അപ്പം നമ്മളുടെ ഒന്നാമത്തെ പാഠം അതേതാണ്ട് അവസാനിച്ചു. ഇങ്ക്, പേപ്പർ, മറ്റ് പ്രസ് റൂം കെമിക്കലുകൾ നമ്മളെല്ലാം നന്നായിട്ട് പഠിച്ചു. നമ്മൾ അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഓഫ്സെറ്റ് പ്രിന്റിംഗ്, പ്രിന്റിംഗ് പ്രസ്സുകളെ കുറിച്ചുള്ള പാഠമാണ്. അപ്പം അതിന് വേണ്ടി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കിട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.